ഹായ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്തോട്ടതാണ്, അയ്യത്താണ്. അപ്പോൾ നമ്മുടെ വാഴയൊക്കെ നട്ടിരിക്കുന്ന സ്ഥലത്താണ്. ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ഈ വർഷത്തെ മെയിൻ 2 കാര്യങ്ങളാണ്. കാരണം നമ്മൾ ആദ്യം നമ്മുടെ ഇവിടെ നിന്നത് പൊന്നാങ്കണ്ണിയാണ്. നമ്മൾ അത് നന്നായിട്ട് വളർത്തി കൊണ്ടുവന്ന് അതിനെ ഇത് ഇപ്പോൾ കൊടുത്ത് പരിപാലിച്ച് നമ്മൾ ദൂരെ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാലും നമ്മൾ കൊട്ടാരക്കര പോയപ്പോൾ കാർഷിക സർവകലാശാലയിൽ പോയപ്പോൾ അത് കിട്ടി. എന്നിട്ട് അവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന് വെച്ച പൊന്നാങ്കണ്ണിയാണ് ആദ്യത്തെ നമ്മുടെ ആൾ. രണ്ടാമത് നമ്മൾ ആഗ്രഹിച്ച സാധനം എന്ന് പറയുമ്പോൾ ഇതാണ് മഞ്ചേരിക്കുള്ളൻ. അപ്പോൾ അവനെയും നമ്മളിവിടെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. ഇപ്പോൾ ആകെ നമ്മൾ നട്ടതിനകത്ത് വെറും 2 വാഴക്കന്നേ പോയിട്ടുള്ളൂ. ബാക്കി ഫുള്ള് നട്ടിട്ടുണ്ട്. 50 എണ്ണം കൃത്യം ഇപ്പോൾ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇനി ചേന നടും. ചേനയ്ക്കുള്ള കുഴിയൊക്കെ നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടാ അവിടെയൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കുഴിയുണ്ട്. ആ സൈഡിലൊക്കെ നമ്മൾ ചേനയും നടും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ മഞ്ചേരിക്കുളം. അപ്പം ഇതിനെ നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വള്ളികുന്നം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും നമ്മൾ വയനാട്ടിൽ നിന്നും ഈ 2 സ്ഥലത്തു നിന്നാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. വയനാട്ടിലെ സാധനം നമുക്ക് ഇങ്ങോട്ട് വരുത്തിച്ചാണ് നമ്മൾ. പിന്നെ വള്ളികുന്നത്തു നിന്നുള്ളത് നമ്മൾ പോയി എടുത്തതാണ്. കണ്ടല്ലോ, ഈ ഒരു വരിയും ആ ഒരു വരിയും നമ്മൾ വള്ളികുന്നത്തു നിന്ന് മേടിച്ചാണ്. ബാക്കി ഫുള്ള് നമ്മൾ വയനാട്ടിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിന് സാധാരണ വളങ്ങളെ നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ചാണകപ്പൊടിയും പിന്നെ അല്ലാതെ പച്ച ചാണകവും പിന്നെ നമ്മുടെ കമ്പോസ്റ്റ് നമ്മൾ തന്നെ നിർമ്മിക്കുന്ന കമ്പോസ്റ്റ് ഇട്ട് ഫുള്ള് നമ്മൾ പൊതയിട്ട് കൊടുത്ത് എന്നും വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കാണ്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കൊണ്ട് ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് വരുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഇതിന് നമുക്കൊരു വളം മേടിക്കാനുണ്ട്. നമ്മളിത് മേടിച്ചില്ല. കാരണം ഈ കാർഷിക സർവകലാശാല ഇപ്പം സ്വന്തമായി തന്നെ അവർ നിർമ്മിച്ചെടുത്ത വാഴകൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചെടുത്ത ഹയർ എന്ന് പറഞ്ഞൊരു അപ്പോൾ ഗൈസ് ഹയറല്ല കേട്ടോ, നമ്മൾ തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് ഹയറാണ്. അപ്പോൾ അത് നമ്മളിപ്പം കാർഷികശാല ഇപ്പം സ്വന്തമായി അത് റിസർച്ച് ചെയ്ത് അവർ വാഴകൾക്ക് മാത്രം കണ്ടെത്തിയ വളമാണ്. അപ്പോൾ അത് നമ്മൾ ഈ ആഴ്ച തന്നെ പോയി നമ്മൾ മേടിക്കുന്നതായിരിക്കും. എന്നിട്ട് ഇതിന് ഇടണം. പിന്നെ നമ്മുടെ പൊന്നാങ്കണ്ണിയൊക്കെ ആയത് തന്നെ നമ്മളത് നന്നായിട്ട് വളർത്തിയെടുത്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തു. നമ്മൾ പൈസയ്ക്ക് കൊടുക്കാനൊന്നുമില്ല. നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ കൊല്ലം ജില്ലയിൽ, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകൾ അത്രയും സ്ഥലത്ത് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് പോസ്റ്റിൽ അയച്ചു കൊടുത്തു. ചിലർ വന്നെടുത്തു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പൊന്നാങ്കണ്ണികൾ ദൂരോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൈസ കൊടുത്ത് അങ്ങനെ ഒരു ഒന്നുമില്ല. കാരണം എൻ്റെ എന്ന് പറയുമ്പോൾ ഈ പൊന്നാങ്കണ്ണി ഇപ്പോൾ എല്ലായിടത്തും എത്തിക്കാനാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ എത്തിച്ച് കഴിഞ്ഞു. എല്ലായിടത്തും എത്തിച്ച് പല സ്ഥലങ്ങളിൽ ഈ ശൂരനാട് തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ പൊന്നാങ്കണ്ണിയുണ്ട്. നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് പൊന്നാങ്കണ്ണിയൊക്കെ വളർന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ പറയാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പോകുന്ന വീട്ടിലായാലും നമ്മൾ കൊടുത്ത പൊന്നാങ്കണ്ണി നന്നായിട്ട് തന്നെ വളർത്തി അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫുള്ള് നമ്മൾ ഈ ഏരിയ ഫുള്ള് നമ്മൾ പലർക്കും കൊടുത്തു കഴിഞ്ഞു. അപ്പം പിന്നെ പൊന്നാങ്കണ്ണി നമുക്ക് ഇവിടെ ഇച്ചിരി ഉണ്ട്. ഇപ്പം പിന്നെ മഞ്ചേരിക്കുള്ളിലായാലും നമ്മളിപ്പം മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. കാരണം നന്നായിട്ട് തന്നെ അതിനെ പരിപാലിച്ച് ഇത്രയും സാധനങ്ങൾ ഒരു അയ്യുണ്ട്. നമുക്ക് 1-2 ആഴ്ച വെള്ളം ഒഴിക്കാതെ തന്നെ ഇരുന്നാൽ മഴയില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. കാരണം ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ ഒരു സൈഡൊക്കെ തന്നെ ഉണ്ടോ വലുതായിട്ട് മരങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ ആ സൈഡിലൊക്കെ ഉണ്ട്. നടുക്കും നല്ല വെയിലടിക്കുന്നത്. നമ്മൾ തന്നെ കുറച്ച് നേരം വെയിലത്ത് നിന്ന് നമ്മൾ ഒരു പരുവാകും. അപ്പം അത് തന്നെയൊക്കെ അടിച്ചാൽ ഇന്നാളൊക്കെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ കാണിച്ചു അതൊക്കെ വാടിക്കിടന്നതാണ്. അങ്ങനെ ഇതെല്ലാം വാടിക്കിടക്കും. പിന്നെ ചിലത് കഴിഞ്ഞു പോയാൽ അതും പോവും. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഈ കൃഷി എത്തിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പൊന്നാങ്കണ്ണി അങ്ങനത്തെ സാധനങ്ങൾ ചീരയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സുന്ദരി
ഈ വ്ളാത്താങ്കര അങ്ങനത്തെ ചീരകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൃഷി എല്ലായിടത്തേക്കും എത്തിക്കുക, അത് തന്നെയാണ് നമ്മളിപ്പോൾ നോക്കുന്നതും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചൊല്ലി കേട്ടിട്ടില്ലേ ഈ വാഴയും നനയും ചീരയും നനയും? കാരണം നമ്മൾ പക്ഷേ വാഴയുടെ മൂട്ടി നട്ടാലേ അതങ്ങനെ പറയത്തുള്ളൂ, ഒരുമിച്ച് നനയുന്നു. പക്ഷേ ഇത് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയാണ്, ഈ ഒരു വണ്ടിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമുക്കിത് കുറച്ചേ ഉള്ളൂ, നമ്മൾ ഇങ്ങോട്ട് വ്യാപിപ്പിക്കാൻ നമ്മൾ കണ്ട അതെടുക്കുന്നില്ല. അത് നമ്മൾ പച്ചച്ചീരയും നമ്മുടെ ചുവന്ന ചീരയും വ്ളാത്താങ്കര കേട്ടോ, അതും നമ്മൾ വിത്തിന് വെച്ചേക്കുക ഉണ്ടല്ലോ. വിത്തിന് ഫുള്ള് നമ്മൾ വിത്തിന് വെച്ചേക്കുക ഉണ്ടല്ലോ. ഇനി വിത്ത് മഴയൊക്കെ തറ വീണാലും കുഴപ്പമില്ല, ഇവിടെ തന്നെ ആയിരുന്നു കിളിച്ചോളൂ. അത് നമുക്ക് ഇവിടുന്ന് തന്നെ ഉള്ളിയെടുത്ത് അങ്ങോട്ടും നടാം. പിന്നെ ടെറസിൽ കിളിക്കുന്നത്, ടെറസ് നമ്മൾ തൂത്തുവരെ ഇടുമ്പോൾ നിറച്ചവിടെ കിളിച്ചിട്ടുണ്ട്. അത്രയും നമുക്ക് അവിടെ വേണ്ട, കാരണം ആവശ്യത്തിന് അവിടെ ഉണ്ട്, ആവശ്യത്തിലധികം ഉണ്ട്. അത് നമ്മൾ ഈ വാഴയുടെ ചുറ്റിനും നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നടും. ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ വെറുതെ നടക്കുകയാണ്, പക്ഷേ നമ്മൾ അതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇന്നൊക്കെ നടുന്നതിന്. അപ്പോൾ അന്ന് ഞാൻ നട്ട വാഴയാണ് ഇത്, കണ്ടല്ലോ ഗൈസ്, നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ ചേന നടാറില്ല, അവിടെ നമ്മൾ മീനിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മളിട്ടിട്ട് ഒന്ന് മണ്ണ് ചെത്തി അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കും. എന്നിട്ട് ഈ ഇതും കരിയിലയും മീനും ഇവിടെ കിടന്ന് ഈ ചേന നടുമ്പോൾ നല്ല വളമാവും. അപ്പോൾ ചേനയും നന്നായിട്ട് വളരും, നമ്മുടെ വാഴയും നന്നായിട്ട് വളരും. പിന്നെ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നതിൽ മഞ്ചേരിക്കുള്ള ഏറ്റവും കുഞ്ഞല്ല അവനേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഞങ്ങൾ ഇവിടുത്തെ ഒരു വാഴ പോയായിരുന്നു, കാരണം നമ്മൾ നട്ടിട്ട് ആ വാഴ അങ്ങോട്ട് കിളിച്ചതില്ല, അതങ്ങ് കേടായിപ്പോയി. അപ്പോൾ അതിന് പകരം വെച്ചാണ്, അതുകൊണ്ടാണ് ഇവ ഇത്രയും ചെറുത്. പിന്നെ അവിടെ ഒരു ഭാഗത്ത് അല്ലാതെ ഇവിടെ ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇവർ രണ്ടുപേരും വെച്ചോണ്ടോ, ഇവർ രണ്ടുപേരും വെച്ച് അന്നേ നട്ടേ, അവർക്ക് വലിയ നീളമില്ല, പക്ഷേ കുള്ളനല്ലേ, മഞ്ചേരിക്കുള്ളനല്ലേ, അവർക്ക് കണ്ട രണ്ടുപേര് ചേർത്തല്ല. ഇവിടെ 3 പേര് ഇരട്ടകളാണ്. ഇവർ രണ്ടുപേരും ഒരേ പൊക്കവും, ഇവിടെ ഒരാൾ വലുതും ഒരാൾ ചെറുതും. അവിടെ ഇരട്ടകളും ഇവിടെ ചേട്ടൻ തന്നെയാണ്. അങ്ങനെ ഇവിടെ വളരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ പിന്നെ ഇവിടെ ഒരു പണയം എടുത്തായിരുന്നു. നമ്മൾ ഒരു അങ്കിളിനെ നിർത്തി നമ്മൾ 1000 രൂപയ്ക്ക് നമ്മളിവിടെ പണം എടുത്തായിരുന്നു. അങ്കിൾ 2 പണം എടുത്തായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ആ പണക്കകത്താണ് നമ്മളിപ്പോൾ ഈ കുഴി ഇട്ടാണ്. ഇതുണ്ടോ, നമ്മുടെ ഈ മണ്ണ് നിരപ്പിൽ തന്നെ ഈ സൈഡിൽ നിന്ന് തുള്ളിയിട്ട് അതൊന്ന് പൊക്കി അങ്ങനെ തന്നെ ഇട്ട് തന്നു. അത് പണയെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, പണയെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പണയെന്ന് പറയുന്നത്. ഇത് അങ്കിൾ ചെത്തിയിട്ട് തന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അങ്കിൾ പോയി. അതൊരു പണയല്ല. പിന്നെ അന്ന് തന്നെ വൈകിട്ട് അതിനകത്ത് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ നട്ടിട്ട് കാര്യമില്ല. ചീരയൊക്കെ നടണമെങ്കിൽ അത്യാവശ്യം നല്ല പൊക്കം വേണം, എന്നിട്ട് നടാൻ പറ്റത്തുള്ളൂ കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ അന്ന് എടുത്ത പണയാണ് ഇത്, കണ്ടല്ലോ, ഇത്രയും പൊക്കമുണ്ട്. ഇങ്ങനെ ഇതാണ് ഒറിജിനൽ പണ. ഇത് ഞാൻ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് വീതിയില്ല, പക്ഷേ അത്യാവശ്യം പൊക്കം അത്യാവശ്യമുണ്ട്. ഇനിയിപ്പോൾ മഴയൊക്കെ വീണ് ഇത് നല്ല കൃഷി ഉണ്ടായിരുന്നുണ്ടോ. ഇവിടെ ഇപ്പോൾ ഇത് 2ാമത്തെയാണ്, കാരണം വഴുതനങ്ങ ഈ ഒരു സൈഡ് വരെ വഴുതനങ്ങ, അങ്ങോട്ട് അമരപ്പയറുമായിരുന്നു, അതിന് മുമ്പ് ക്യാപ്സിക്കമായിരുന്നു, അതിന് മുമ്പ് ഫുള്ള് വ്ളാത്താങ്കര ചീരയായിരുന്നു. അത് നമ്മൾ ഫുള്ള് മുറിച്ചെടുക്കുകയും ചെയ്ത് നമ്മളെല്ലാവർക്കും കൊടുക്കുകയും എല്ലാം ചെയ്ത്. ഇനിയും നമ്മളിവിടെ ഈ വഴുതനങ്ങയൊക്കെ അത്യാവശ്യം ചീത്തയായി പോയി. നമ്മൾ വഴുതനങ്ങ എടുത്ത്, എന്നാലും ഇവിടെയൊക്കെ എന്തോ പച്ചക്കറി ഇടുമ്പോൾ എന്തോ പ്രശ്നമുണ്ട് കേസ്. അത് നമ്മളിന്നാണ് പറഞ്ഞായിരുന്നു, എന്തൊക്കെയോ കീടങ്ങളോ എന്തൊക്കെയുണ്ട്. ഇവിടെയൊക്കെ നിറച്ചുണ്ടായിരുന്നല്ലോ, എല്ലാം പോയി. ഇവന്മാരെ ഇവിടെ കളഞ്ഞിട്ട് ചീര ആടുമ്പോൾ വലിയ പ്രശ്നമില്ല കേസ്, പിന്നെ മഴ പെയ്യുമ്പോൾ ഈ ഇലക്കകത്ത് ഇങ്ങനെ കുത്തി വീഴുന്ന അങ്ങനെ പ്രശ്നമുള്ളൂ, ഈ വെള്ളം ഇങ്ങോട്ട് വന്ന് വീഴുമ്പോൾ. അല്ലാതെ മഴ പെയ്യുമ്പോൾ എല്ലാം കുത്തി വീഴുന്നത്, അത് മാറിപ്പോയി. കീടങ്ങൾ വന്ന് ഇത് തിന്നുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ പല കീടങ്ങൾ, ഇലപ്പുള്ളി പ്രശ്നങ്ങളൊക്കെ ഈ ചീരയൊക്കെ ഉണ്ട്. പക്ഷേ വലിയ പ്രശ്നങ്ങളില്ല. നമുക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ കാണിച്ചിട്ടുണ്ട്. ചീരക്കകത്ത് ഫുള്ള് കുത്തി വീണ് പല ഇതുകളും വന്ന് ജീവികളും വന്ന് അത് കടിച്ചടിച്ച് തിന്ന് പ്രശ്നം ഉണ്ടായിരുന്നു ചില സൈഡിൽ. പിന്നെ നമ്മളതെല്ലാം റെഡിയാക്കി എടുത്തു. ഇപ്പോഴത്തെ ഈ ചീരയൊക്കെ ഇരിക്കുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങോട്ട് മാറ്റും. മറ്റേ നമ്മുടെ ഇത് ശരിക്കും ചിലതിന് കുത്തൊക്കെ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ വളരാൻ പിന്നൊരു കാര്യമുണ്ട്, നമ്മളിതിനകത്ത് സൂഡോമോണാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് ഇതിനെ റെഡിയാക്കി വെച്ചേക്കുകയാണ്.
അതുകൊണ്ടുകൂടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് ഉണ്ടല്ലോ. അപ്പുറത്തെ ഗൈസ് ഇപ്പോൾ മനസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും എന്തും ചെയ്യാം. കാരണം ഞാൻ തന്നെ 1ാം ക്ലാസ് തൊട്ട് ആ ഭാഗത്തൊരു ഓമയ്ക്ക നടുന്നതിൻ്റെ ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. 1ാം ക്ലാസ് തൊട്ട് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോഴായാലും പണിയെടുക്കുകയും അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയായാലും നിങ്ങൾക്ക് കൃഷി ചെയ്യാം. ചെറിയ സൈഡിലായാലും കുറച്ച് സ്ഥലത്തിലായാലും. നമ്മളിപ്പോൾ വലിയ സ്ഥലം നമുക്കില്ലായിരുന്നു ആദ്യം. നമ്മൾ ആ വീട്ടിൻ്റെ ടെറസിലങ്ങ് തുടങ്ങി നമ്മൾ ചെയ്തു. ആദ്യം നമ്മൾ താഴെ മുറ്റത്ത് ആ സൈഡിൽ തുടങ്ങി, കിണറിൻ്റെ ആ സൈഡ് ഫുള്ള് മറിച്ച് നമ്മൾ അവിടെ നിറച്ച് പച്ചക്കറി തക്കാളി എല്ലാം തുടങ്ങി. പിന്നെ മുകളിൽ അങ്ങോട്ട് പിന്നെ മാറ്റി, പിന്നെ അവിടെ ആയി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് നമുക്ക് സ്ഥലം കിട്ടി. അവിടെ നമ്മുടെ ഇവിടെയുള്ള മധുവാൻ്റിയും മധുവങ്കിള് രമ്യാൻ്റി എന്ന് പറഞ്ഞ ആങ്കിളും ആൻറ്റിയും നമ്മളോട് പറഞ്ഞു ഇവിടെ ചെയ്തോളാം. അപ്പോൾ നമ്മൾ ആ സൈഡിൽ ആദ്യം ചെയ്തു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഈ സ്ഥലം ഫുള്ള് നമ്മൾ ചെയ്തു. അപ്പോൾ ബൈ, നമുക്ക് പുതിയൊരു വീഡിയോ ആയി ഇനിയും കാണാം.